ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മൾക്ക് വലിയ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. സോ എന്തായാലും പോയി അറ്റൻഡൻസ് ഇട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് കാണിച്ചാൽ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ അറ്റൻഡൻസ് ഇട്ടിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ എന്തായാലും ഉറങ്ങി പോകാം. നമ്മൾ അറ്റൻഡൻസ് ഇട്ട് വന്നിട്ട് ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. വേറെ ആർക്കും പണിയെടുക്കാനൊന്നും മൂടില്ല, അതുകൊണ്ടൊന്നും നമ്മൾ പണി ചെയ്തില്ല ഗൈസ്. സോ നാളെ തൊട്ട് വീണ്ടും പണിക്ക് ഇറങ്ങുന്നതായിരിക്കും. സോ ഇനി ബാക്കി പരിപാടികൾ എന്തെങ്കിലും ഒക്കെ ചെയ്യണം ഗൈസ്. ഒരു ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ പറഞ്ഞിട്ടുള്ളൊരു വെബ് സീരീസ് വന്നിട്ടുണ്ട്. സോ അത് കാണാമെന്ന് വിചാരിച്ചേക്കാണ്. സോ എന്തായാലും പോയി കാണട്ടെ. അതിന് ഇടയ്ക്ക് പോയി ലഞ്ചൊക്കെ കഴിക്കണം. സോ എന്തായാലും അതിനുള്ള കാര്യങ്ങൾ കാണിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പോണ രീതി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. സോ എന്തായാലും നമ്മൾ പോയി ലഞ്ച് കഴിച്ചിട്ടുമായിട്ട് എനിക്ക് ബാക്കിയാണ്. സോ ഗൈസ്, ഫുഡ് കഴിച്ച് വന്നിട്ട് നമ്മളൊരു ചോക്ലേറ്റ് ഫീസ്റ്റ് മേടിച്ചിരിക്കുകയാണ്, ക്വാളിറ്റി വാൾസിൻ്റെ. സോ ഐസ്ക്രീം കഴിക്കാൻ തോന്നിയോണ്ട് നമ്മൾ മേടിച്ചിരിക്കുകയാണ്. സോ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നമുക്ക് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ കണ്ടുകൊണ്ട് ഐസ്ക്രീം കഴിക്കാം. സോ സംഭവങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. സോ ഉള്ളിൽ ചോക്ലേറ്റ് ഫില്ലിംഗ് ഒക്കെയാണ് കേട്ടോ, പുറത്ത് നട്ടും. ഗൈസ്, അങ്ങനെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വെബ് സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ വെബ് സീരീസ് ഉണ്ടായിരുന്നു. സോ ടോട്ടൽ റൺ ടൈം എന്ന് പറയുന്നത് എല്ലാ എപ്പിസോഡ്സും കൂട്ടി മൊത്തം 3 മണിക്കൂറാണ് ഉള്ളത്. സോ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു അടിപൊളി സംഭവമായിട്ട് തോന്നി. ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ് എന്ന് വെച്ചാൽ തന്നെ ഡിഫറെൻറ്റ് കൺസെപ്റ്റ് എന്നല്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കാരണം തുടക്കത്തിൽ പറഞ്ഞിട്ട് ആ ഒരു ജേണി പോകുന്നു, പിന്നെ അവസാനം വരുമ്പോൾ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. സോ ഇത് എല്ലാ പ്രവാസികൾക്കും ഉണ്ടാകുന്ന ഒരു സംഭവം ആണ്. വീട് പണിയുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ഒരു ട്രെയിലറിൽ പറയുന്ന വീട് പണിയും മാരേജും കൂടി നടക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ്. പിന്നെ വീട് എത്രമാത്രം മുഖ്യമാണ് ഒരു ആൾക്ക് എന്നുള്ളത് ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അത് പലരും അത് മനസ്സിലാക്കാണ്ട് പണിയുന്നതിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഫണ്ടിൻ്റെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ സ്ട്രഗിൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ദുബായിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളായാൽ പോലും അവർക്ക് എത്രമാത്രം സ്ട്രഗിൾ വരുന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സോ നല്ല അടിപൊളി സ്ക്രീൻ പ്ലേയും എല്ലാവരും ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇഫ് യു ഹാവ് ടൈം ഡു വാച്ച് ഇറ്റ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. സോ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. സോ എന്തായാലും ഇനിയിപ്പോൾ പോയി വൈകിട്ട് അറ്റൻഡൻസ് ഇട്ടിട്ട് സ്നാക്സ് കഴിക്കാൻ പോകും. സോ ഗൈസ്, സോ നമുക്കിന്ന് സ്നാക്സിന് വേണ്ടി പാനിപ്പൂരിയാണ്. പക്ഷേ പാനിപ്പൂരി നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കണം. അവർ പൂരിയും മസാലയും പാനിയും മാത്രം തരും. അപ്പോൾ അങ്ങനെ സ്നാക്സ് കഴിച്ച് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദിവസമായി ബാഡ്മിൻ്റൺ കളിക്കാൻ പോയിട്ട്. സോ ഇന്ന് കളിക്കാൻ പോയി വന്നിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ എന്തായാലും പോയി ഡിന്നർ കഴിക്കട്ടെ. സോ ഇത്രയും നമ്മൾ നാളെ അടിപൊളി വ്ളോഗായി വരുന്ന എല്ലാവർക്കും ബൈ.